ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഖദാ ഉൽ ഹാജ, മലമൂത്ര വിസർജനവുമായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങൾ, അതാണ് അവസാനമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൽ സുന്നത്തായ കാര്യങ്ങളും കറാഹത്തായ കാര്യങ്ങളും വിശദീകരിച്ചു, ഹറാമായ കാര്യങ്ങളും, ഈ 3 കാര്യങ്ങൾ പറഞ്ഞു. അടുത്തതായി മത്തിനിൽ അദ്ദേഹം പറയുന്നത് ഖാല റഹിമഹുല്ലാഹ് വലാ യസിഹു ഇസ്തിജ്മാറുൻ ഇല്ലാ ബിത്വാഹിർ. മലമൂത്ര വിസർജനം കഴിഞ്ഞ് വൃത്തിയാക്കാൻ കല്ല് ഉപയോഗിക്കുന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇസ്തിജ്മാർ എന്ന് പറഞ്ഞാൽ കല്ലുകൊണ്ട് വൃത്തിയാക്കുന്നത്, ഇസ്തിൻജ എന്ന് പറഞ്ഞാൽ വെള്ളം കൊണ്ട് വൃത്തിയാക്കുന്നത്. ഇസ്തിജ്മാർ അനുവദിക്കപ്പെടുകയില്ല, ഇല്ല അല്ലെങ്കിൽ ശരിയാവുകയില്ല, ഇല്ല ബിത്വാഹിർ, താഹിറായിട്ടുള്ള ശുദ്ധമായ ഒരു വസ്തു കൊണ്ടല്ലാതെ. ഇപ്പോൾ കല്ല് വേണോ വേണ്ടേ എന്നുള്ളതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷേ കല്ല് വേണമെന്നില്ല. കല്ല് വേണമെന്ന് പറയുന്നത് വളരെ ദുർബലമായ അഭിപ്രായമാണ്. അധിക പണ്ഡിതന്മാരും കല്ല് നിർബന്ധമില്ല എന്നാണ് പറയുന്നത്. അഥവാ ഏത് വസ്തു കൊണ്ടും ആവാം, വിലക്കപ്പെട്ട വസ്തുക്കൾ ഏതൊക്കെയാണെന്ന് പറയുന്നുണ്ട്, ഇനി പറയും. അപ്പോൾ താഹിറാവണോ വേണ്ടേ, കല്ല് വേണോ വേണ്ടേ എന്നുള്ളതിൽ ശരി എന്താണ്, കല്ല് തന്നെ വേണമെന്നില്ല. വേറെ എന്തെങ്കിലും വസ്തു ആയാലും മതി, ഒരു മരത്തിൻ്റെ ചെറിയ കമ്പോ അല്ലെങ്കിൽ നമ്മുടെ ടിഷ്യൂ പേപ്പറോ, അങ്ങനെ എന്തു ആവാം. അപ്പോൾ അതിൽ വളരെ ദുർബലമായ അഭിപ്രായമാണ് കല്ല് തന്നെ വേണമെന്നുള്ളത്. അടുത്ത ചോദ്യം, നമ്മൾ ഉപയോഗിക്കുന്ന വസ്തു താഹിറായിരിക്കണമെന്നുണ്ടോ, നജസാവരുത് എന്നുണ്ടോ? അതാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഇതിൽ 2 അഭിപ്രായമുണ്ട്. 3 മദ്ഹബുകളിലും, ഷാഫി, ഹംബലി, മാലിക്കി, 3 മദ്ഹബുകളിലും താഹിറായിരിക്കണം ശുദ്ധീകരിക്കുന്ന വസ്തു. ഹനഫി മദ്ഹബിൽ താഹിറായിരിക്കണം എന്നില്ല, നജസ് കൊണ്ട് വൃത്തിയാക്കിയാലും ശരിയാകും. ഇതിൽ താഹിറായിരിക്കണം ശുദ്ധീകരിക്കുന്ന വസ്തു എന്നുള്ളതിന് പല തെളിവുകളും പറയുന്നുണ്ട് 3 മദ്ഹബിൻ്റെ ആളുകൾ. ഇതിൽ ഏറ്റവും പ്രധാനമായി പറയുന്ന തെളിവ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു ഹദീസാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബുഖാരിയിലുള്ള ഹദീസാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മലവിസർജനം കഴിഞ്ഞ് വരികയാണ്, അല്ലെങ്കിൽ അങ്ങനെ ഇരിക്കുകയാണ്. ഫഅമറനി അൻ ആതിയഹു ബിസലാസി അഹ്ജാർ, 3 കല്ല് കൊണ്ടുപോകാൻ എന്നോട് പറഞ്ഞു. 3 കല്ല് ചോദിച്ചു. അങ്ങനെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഫവജത്തു ഹജറൈൻ, 2 കല്ല് കിട്ടി, 3ാമത്തെ കല്ല് നോക്കിയിട്ട് കിട്ടിയില്ല. ഫൽതമസ്തു സാലിസ ഫലം അജിദുഹു ഫഅഖദ്തു റൗസ, ഞാനൊരു ചാണകത്തിൻ്റെ ഒരു ചാണകം എടുത്ത് കൊണ്ടുപോയി കൊടുത്തു. നബ്സാസം നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം എത്രമാത്രം ദുന്യവിയായ കാര്യങ്ങളിൽ കുറഞ്ഞ അവസ്ഥയിലായിരുന്നു, എത്ര പ്രയാസത്തിലായിരുന്നു, നമ്മൾ എത്ര സുഖത്തിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കും. അപ്പോൾ ഏതായാലും ഈ ചാണകം കൊണ്ടുപോയി കൊടുത്തപ്പോൾ ഫഅഖദ അൽ ഹജറൈനി, ഈ കല്ല് വാങ്ങി, വഅൽഖ റൗസ, ഈ ചാണകം വലിച്ചെറിഞ്ഞു. റൗസത്ത് എന്ന് പറഞ്ഞാൽ കന്നുകാലികളുടെ വിസർജ്യം, അത് പിന്നെ ഏത് ജീവിയാവാം. ഇത് വലിച്ചെറിഞ്ഞിട്ട് പറഞ്ഞു, ഹാദ റിക്സുൻ, റിക്സ് എന്ന് പറഞ്ഞാൽ മാലിന്യം എന്നാണ് അർത്ഥം. പക്ഷേ നജസ് എന്ന് തന്നെ നിർബന്ധമില്ല, വൃത്തിയില്ലാത്തതെന്ന് അർത്ഥമുള്ളൂ റിക്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹാദ റിക്സുൻ എന്ന് പറഞ്ഞിട്ട് വലിച്ചെറിഞ്ഞു. ഇതാണ് ഈ 3 മദ്ഹബിൻ്റെയും പണ്ഡിതന്മാർ തെളിവാക്കിയത്. അവർ തെളിവാക്കാനുള്ള കാരണം, റിക്സ് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം തെളിവ് കിട്ടൂല, കാരണം അത് നജസ് എന്ന് അർത്ഥമില്ല. റിക്സ് എന്ന് പറഞ്ഞാൽ മാലിന്യം എന്നേ അർത്ഥമുള്ളൂ. പക്ഷേ ഇതേ ഹദീസിൻ്റെ മറ്റൊരു റിവായത്തിൽ, ഇത് ബുഖാരിയിലുള്ളതാണ് ഈ വായിച്ചത്, ഇതേ ഹദീസ് ഇബ്നു മാജയും അതുപോലെ തന്നെ ഇബ്നു ഖുസൈമയും റഹിമഹുമുല്ലാഹ് അവർ ഉദ്ധരിച്ച റിപ്പോർട്ടിൽ റിജ്സുൻ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. റിജ്സ് എന്ന് പറഞ്ഞാൽ നജസാണ്. ഹാദ റിക്സുൻ എന്നതിന് പകരം ഹാദ റിജ്സുൻ. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കുകൾ വളരെ സൂക്ഷ്മമായിട്ട് വിലയിരുത്തിയിട്ടാണ് ഫിഖ് ആയിട്ടുള്ള മസാലകൾ പണ്ഡിതന്മാർ പറയുന്നത്. അപ്പോൾ ഇത് നജസാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നാണ് അതിൽ നിന്ന് മനസ്സിലാവുക. പക്ഷേ ഇബ്നു മാജയുടെ ഈ ഹദീസ്, ഈ റിപ്പോർട്ട് ദുർബലമാണ്, അതുകൊണ്ട് തന്നെ തെളിവില്ല. അപ്പോൾ മറ്റുള്ള തെളിവുകൾ ഇത്രയും വ്യക്തമല്ല. ഏറ്റവും വ്യക്തമായ തെളിവാണിത്, അതിൻ്റെ അവസ്ഥ ഇതാണ്. അപ്പോൾ നജസ് ആയാലും കുഴപ്പമില്ല എന്നർത്ഥം. ഹനഫി മദ്ഹബ് പറഞ്ഞതുപോലെ അവർ പറയുന്നത് യുക്തിപരമായൊരു കാരണം കൂടി അവർ പറയുന്നുണ്ട് ഹനഫികൾ. എന്താണത്? വൃത്തിയാക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ മലമൂത്ര വിസർജനം കഴിഞ്ഞ് വൃത്തിയാക്കുന്നത് ഒളു പോലെയല്ല. ഒളു എടുക്കുന്നത് ഒരു ഭൗതികമായ വസ്തുവല്ല. ഒളു എടുക്കുക എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാകുന്നില്ല. ആ വെള്ളം നമ്മൾ തുടച്ച് കളയുന്നു, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ഒരു മാലിന്യമുണ്ട്, ഒരു മലിന വസ്തു ഉണ്ട്, എന്നിട്ട് അത് നീക്കം ചെയ്യുന്ന പരിപാടിയല്ല ഒളു എന്ന് പറയുന്നത്. ഒളു എന്നുള്ളതൊരു ആശയമാണ്. ഒളു ഉള്ളവൻ ഒളു മുറിഞ്ഞവൻ എന്ന് പറയുന്നത് ഒരു ആശയമാണ്, ഒരു പദാർത്ഥമല്ല.
അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഒതുവുള്ള ആൾ വൃത്തിയായിട്ട അവസ്ഥയിലായിരിക്കും. ഒതുവില്ലാത്ത ആൾ ചിലപ്പോൾ നല്ല അത്തറൊക്കെ പൂശി ഒരാൾ കുളിച്ച് വന്ന് വിചാരിക്കുക, ഒതു എടുത്തിട്ടില്ല, കുളിച്ച് നല്ല വൃത്തിയായി വന്ന് പക്ഷെ ഒതു എടുത്തിട്ടില്ല. അപ്പോൾ നമ്മളെ അപ്പുറത്തുള്ള ആളാണ് ഒതുവുള്ളവൻ. ഒതുവുള്ളവൻ ഒതുവില്ലാത്തവൻ എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിൻ്റെ അടിസ്ഥാനത്തിലല്ല, അതൊരു ആശയപരമായ കാര്യമാണ്. എന്നാൽ നജസ് വൃത്തിയാക്കുന്നത്, മലമൂത്ര വിസർജനം കഴിഞ്ഞ് വൃത്തിയാക്കുക എന്നുള്ളത് ആ നജസ്സുകൾ എടുത്തു മാറ്റലാണ് ഉദ്ദേശിക്കുന്നത്. അത് നജസ് കൊണ്ട് ചെയ്താലും എന്താണ് പ്രശ്നം? ഇപ്പോൾ ഉണങ്ങിയ ഒരു നജസ്, ഒരു ചാണകം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇറച്ചി തിന്നുന്ന ജീവികളുടെ ചാണകം നജസല്ല. അതല്ലാത്ത ഒരു കഴുതയോ അല്ലെങ്കിൽ തിന്നാൻ പറ്റാത്ത ഇറച്ചി തിന്നാൻ പറ്റാത്തൊരു മൃഗത്തിൻ്റെ വിസർജ്യം അത് ഉണങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടൊരാൾ മൂത്രം വെച്ചിട്ട് വൃത്തിയാക്കിയാലോ? മൂത്രം പോയില്ലേ, അപ്പോൾ അത് വൃത്തിയായി. പിന്നെ എന്തിനാണ് നിങ്ങൾ വാശി പിടിക്കുന്നത് എന്നാണ് ഹനഫികൾ ചോദിക്കുന്നത്. അത് ന്യായമാണ്. മറിച്ച് വ്യക്തമായ തെളിവുണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഈ പറഞ്ഞ ഹദീസ് തെളിവല്ലല്ലോ. അതുകൊണ്ട് തന്നെ ഹനഫി മദ്ഹബിൻ്റെ അഭിപ്രായമാണ് കൂടുതൽ ശരിയായിട്ടുള്ളത്. അല്ലാഹു അലം. ഇനി അടുത്ത നിബന്ധന, വൃത്തിയാക്കുന്ന വസ്തു എന്തായിരിക്കണം? താഹിറായിരിക്കണം എന്ന് പറഞ്ഞു നമ്മുടെ കിതാബിൽ, പക്ഷെ അതിന് തെളിവില്ല. രണ്ടാമത്തേത് മുബാഹായിരിക്കണം. എന്താ മുബാഹ എന്ന് പറഞ്ഞാൽ? ഹലാലായിരിക്കണം, അനുവദനീയമായ വസ്തു. എന്താണ് അനുവദനീയം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ കട്ടെടുത്തത്, പിടിച്ചു പറിച്ചത് ഒന്നാവാൻ പാടില്ല എന്നർത്ഥം. ഇപ്പോൾ കല്ല് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ കല്ല് ഒരാൾ ഒരു പറമ്പ് അന്യായമായിട്ട് എടുത്തതാണ്, അയൽവാസിൻ്റെ സ്വത്ത് കവർന്നതാണ്. ആ ഭാഗത്തു നിന്ന് ഒരു കല്ലെടുത്ത് വൃത്തിയാക്കിയാൽ വൃത്തിയാവില്ല ഹംബലി മദ്ഹബ് പ്രകാരം. ഈ മസാല, ഈ അഭിപ്രായം ഹംബലി മദ്ഹബിൽ മാത്രമുള്ളതാണ്. മുബാഹായിരിക്കണം വൃത്തിയാക്കുന്ന വസ്തു എന്നുള്ളത്. അപ്പോൾ സ്വത്ത് പിടിച്ചു പറിക്കാൻ പറ്റുമെന്നല്ല, പിടിച്ചു പറിച്ച സ്ഥലത്തു നിന്ന് എടുത്ത കല്ലുകൊണ്ട് വൃത്തിയാക്കിയാൽ ശരിയാവുമോ എന്നുള്ളതാണ് ചോദ്യം. അങ്ങനെ അവിടുന്ന് കല്ലെടുക്കാൻ പാടുണ്ടോ? പാടില്ല, അതിലൊന്നും തർക്കമില്ല. അപ്പുറത്തുള്ളവൻ്റെ പറമ്പിൽ നിന്ന് അവൻ്റെ സമ്മതമില്ലാതെ ഒരു സാധനം എടുക്കാൻ പാടില്ല. പക്ഷെ അങ്ങനെ എടുത്ത് വൃത്തിയാക്കിയാൽ അത് ശരിയാകുമോ എന്നുള്ളതാണ്, സഹീഹാവുമോ എന്നുള്ളതാണ് ചോദ്യം. നിസ്കരിക്കാൻ പറ്റുമോ? പറ്റൂല എന്നാണ് ഹംബലി മദ്ഹബ് പറയുന്നത്. ഇത് മുഫ്രദാത്തുൽ ഹനാബില എന്നറിയാം. എന്താ മുഫ്രദാത്ത് എന്ന് പറഞ്ഞാൽ ഒരു മദ്ഹബിൽ മാത്രമുള്ള അഭിപ്രായത്തിനാണ് ആ മദ്ഹബിൻ്റെ മുഫ്രദാത്ത് എന്ന് പറയുക. ബാക്കി 3 മദ്ഹബിലും ഉണ്ടാവില്ല. അങ്ങനെയുള്ള ഒരു മസലയാണ് ഇത്. അപ്പോൾ ഇതിൽ ശരിയായ അഭിപ്രായം എന്താണ്? വൃത്തിയാകും എന്നുള്ളതാണ്. കാരണം നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ നജസുകൾ വൃത്തിയാക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വസ്തുവുമായി ബന്ധപ്പെട്ടതാണ്. ആ നജസ് എന്ന് പറയുന്ന വസ്തു നീങ്ങിയാൽ വൃത്തിയായി, എന്തുകൊണ്ടാണെങ്കിലും. യാബിസിൻ, മൂന്നാമത്തെ നിബന്ധന, ഉണങ്ങിയതായിരിക്കണം. ഇപ്പോൾ കല്ല് ഒരു പുഴയിൽ നിന്ന് അല്ലെങ്കിൽ കുളത്തു നിന്ന് അടിയിൽ നിന്നൊരു കല്ലെടുത്ത്, നല്ല നനഞ്ഞ് കുതിർന്ന മണ്ണ് കട്ട പിടിച്ചിട്ടുള്ള ഒരു കല്ല്, അതൊരു പുഴയിൽ നിന്നാണ് എടുക്കുന്നത് അല്ലെങ്കിൽ കിണറ്റിൽ നിന്നാണ് എടുക്കുന്നത് അല്ലെങ്കിൽ കുളത്തു നിന്നാണ്, അത് വൃത്തിയാക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? അതുകൊണ്ട് വൃത്തിയാക്കിയാൽ ഈ നജസ് നീങ്ങൂല, അത് കൂടുതൽ പരക്കേ ചെയ്യുള്ളൂ. അപ്പോൾ അത് ശരിയാണ്, ഈ പറഞ്ഞ നിബന്ധന ശരിയാണ്. എന്നാൽ വൃത്തിയാകുന്ന തരത്തിലുള്ളതാണെങ്കിലോ, ഇപ്പോൾ വെറ്റ് ടിഷ്യൂ വൃത്തിയാവുകയാണെങ്കിൽ പ്രശ്നമില്ല. സാധാരണഗതിയിൽ നനവുള്ള വസ്തു കൊണ്ട് വൃത്തിയാക്കിയാൽ വൃത്തിയാവില്ല, നനഞ്ഞൊരു കല്ലുകൊണ്ട് വൃത്തിയാക്കിയാൽ വൃത്തിയാവില്ല. അപ്പോൾ എത്ര നിബന്ധനകളായി? ഒന്ന് താഹിറായിരിക്കണം, മുബാഹായിരിക്കണം, മൂന്നാമത്തേത് യാബിസ് ഉണങ്ങിയതായിരിക്കണം, നാലാമത്തേത് മുൻഖി എന്ന് പറഞ്ഞാൽ വൃത്തിയാക്കാൻ പറ്റുന്നതായിരിക്കണം. എന്താ വൃത്തിയാക്കാൻ പറ്റുന്നത് എന്ന് പറഞ്ഞാൽ? അൻക എന്ന് പറഞ്ഞാൽ വൃത്തിയാക്കി, നഖീ എന്ന് പറഞ്ഞാൽ ശുദ്ധമായ വസ്തു എന്നർത്ഥം. അപ്പോൾ വൃത്തിയാക്കാൻ പറ്റുന്നതായിരിക്കണം. ഉദ്ദേശിക്കുന്നത് മിനുസമുള്ളതാവരുത്. ഇപ്പോൾ ഒരു ഗ്ലാസിൻ്റെ കഷ്ണം, ഗ്ലാസ് കൊണ്ട് വൃത്തിയാക്കാൻ പറ്റുമോ? വൃത്തിയാവില്ല. അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കൊണ്ട് പറ്റില്ല, വൃത്തിയാവില്ല. അംലസ് എന്ന് പറയാം അറബിയിൽ. എന്താണത്? മിനുസുള്ളത്. അതുകൊണ്ട് വൃത്തിയാക്കിയാൽ വൃത്തിയാവില്ല. കാരണം ഈ മൂത്രമൊക്കെ ഇതിൽ പറ്റി പിടിച്ചിട്ടാണല്ലോ വൃത്തിയാവുന്നത് ഈ കല്ലിൽ. അങ്ങനെ പറ്റി പിടിക്കില്ല ഈ ഗ്ലാസ്സിലൊന്നും, പൂർണ്ണമായിട്ടും അത് വലിച്ചെടുക്കാൻ സാധിക്കില്ല. അത് ശരിയാണ്, മുൻകിൻ എന്ന് പറയുന്നത് ശരിയാണ്. അടുത്തത്, ഇപ്പോൾ ഈ 4 നിബന്ധനകളാണ് പറഞ്ഞത്. ഒന്ന് എന്താണ്? ത്വാഹിറായിരിക്കണം നമ്മൾ പറഞ്ഞു, ശരിയാണോ? കൂടുതൽ ശരിയായത് എന്താണ്? അങ്ങനെ നിബന്ധന ഇല്ല എന്നുള്ളതാണ്. താഹിർ അല്ലെങ്കിലും ഹനഫി മദ്ഹബിൻ്റെ ഖൗല് നമ്മൾ പറഞ്ഞു. രണ്ടാമത്തേത് മുബാഹായിരിക്കണം, അങ്ങനെ നിബന്ധനയില്ല. അപ്പോൾ ഇവിടെ തെളിവുള്ളത് എന്താണ്? അവസാനം പറഞ്ഞ 2 കാര്യങ്ങളാണ്. യാബിസ് ഉണങ്ങിയതായിരിക്കണം, അതുപോലെ തന്നെ മുൻഖിൻ വൃത്തിയാക്കാൻ പറ്റുന്ന വസ്തുവായിരിക്കണം. ഇനി ഹറാമായ ചില വസ്തുക്കൾ പറയാണ്, വൃത്തിയാക്കൽ ഹറാമായിട്ടുള്ളത്, വൃത്തിയാക്കാൻ ഉപയോഗിക്കാൻ പാടില്ലാത്തത്. വഹറുമ ബിറൗസിൻ, റൗസ് കൊണ്ട്, റൗസ് എന്ന് പറഞ്ഞാൽ ചാണകം, അതായത് കന്നുകാലികളുടെ വിസർജ്യം, അതാണ് റൗസ് എന്ന് പറയുന്നത്. ചാണകം എന്നുള്ളത് പശുവിൻ്റെ മാത്രമാണ്,
അതുമാത്രമല്ല, അറബിയിൽ റൗസ് എന്ന് പറഞ്ഞാൽ കന്നുകാലികളുടെയൊക്കെ വിസർജ്യത്തിന് റൗസ് എന്ന് പറയും. അത് പാടില്ല എന്നത് ഹദീസുകൾ വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ ഹദീസ്, സൽമാൻ ഫാരിസി റളിയല്ലാഹുവിൻ്റെ ഹദീസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അതിൽ അദ്ദേഹം പറയുന്നുണ്ട് റൗസ്, ഇളാം, എല്ലുകളും അതുപോലെ തന്നെ കന്നുകാലികളുടെ വിസർജ്യവും ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ട് പാടില്ല എന്നുള്ളത് ഒരു ഹദീസിൽ വിശദീകരിക്കുന്നുണ്ട്. ബുഖാരിയിലെ ഒരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചോദിച്ചു, മാ ബാലുൽ അദ്മി വറൗസ, എന്തുകൊണ്ടാണ് എല്ലുകൊണ്ടും കന്നുകാലികളുടെ വിസർജ്യം കൊണ്ടും വൃത്തിയാക്കാൻ പാടില്ല എന്ന് പറയുന്നത് അതിൻ്റെ പിന്നിലുള്ള ഹിക്മത്ത് എന്താണ് എന്ന് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹുമാ മിൻ തുആമിൽ ജിൻ, അത് ജിന്നുകളുടെ ഭക്ഷണമാണ്. വഇന്നഹു അതാനി വഫ്ദു ജിന്നി നസീബീൻ എന്ന് പറയുന്ന പ്രദേശത്തുള്ള ജിന്നുകൾ എൻ്റെ അടുത്ത് വന്നു. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറയിൽ കാണാം. തായിഫിൽ പോയിട്ട് അവിടുന്ന് എറിഞ്ഞോടിച്ചതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കത്ത് ജീവിക്കാൻ പറ്റാതെ, അവിടെ ദഅവത്ത് ആളുകൾ സ്വീകരിക്കാതെ ആയപ്പോൾ തായിഫിൽ പോയി നോക്കി. അവിടെ നിന്നും ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വീകരിച്ചില്ല. അങ്ങനെ മടങ്ങുന്ന ആ സമയത്താണ് ജിന്നുകൾ വന്നിട്ട് ഇസ്ലാം സ്വീകരിക്കുന്നത്. അവർക്ക് സൂറത്തുർ റഹ്മാൻ ഓതി കൊടുക്കുകയും ഒക്കെ ചെയ്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു നൽകിയൊരു ഒരു ആശ്വാസമായിരുന്നു. മനുഷ്യർ സ്വീകരിക്കുന്നില്ല, അപ്പോൾ ജിന്നുകളെ കൊണ്ട് അള്ളാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആശ്വാസം നൽകി. അവർ വന്നിട്ട് ഇസ്ലാം സ്വീകരിച്ചു കുറേ ആളുകൾ. അപ്പോൾ അവർ വന്നു, വനിഅമൽ ജിൻ, അവർ എന്ത് നല്ല ജിന്നുകളാണ്. ഫസഅലൂനി അസ്സാത്ത്, അവരെന്നോട് ഭക്ഷണം ചോദിച്ചു. അവർക്ക് റിസ്ക് വർദ്ധിപ്പിക്കാൻ വേണ്ടി, പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടു. ഫദഅഉതുല്ലാഹ ലഹും, ഞാൻ അള്ളാഹുവിനോട് ദുആ ചെയ്തു, അല്ലാ യമുറു ബിഅദ്മിൻ വലാ ബിറൗസത്തിൻ ഇല്ലാ വജദു അലൈഹ തആമൻ, അവരുടെ കയ്യിൽ കിട്ടുന്ന എല്ലുകളും അതുപോലെ കന്നുകാലികളുടെ ഈ വിസർജ്യങ്ങളും അതിൽ അവർക്ക് ഭക്ഷണം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഒരു എല്ല് വഴിയിലുണ്ടെങ്കിൽ ആ എല്ലിൽ അവർക്ക് കഴിക്കാനുള്ള ഭക്ഷണം ഉണ്ടാകും. എല്ലിൻ്റെ മുകളിൽ അതുപോലെ ചാണകം ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ അവർക്ക് കഴിക്കാനുള്ള ഭക്ഷണം ഉണ്ടാകും. ഇത് മറ്റൊരു റിവായത്തിൽ, ഇമാം മുസ്ലിം ഉദ്ധരിച്ച റിവായത്തിൽ കാണാം, ഈ ചാണകത്തിന് മുകളിൽ ഉണ്ടാകുന്നത് ജിന്നുകളുടെ കന്നുകാലികൾക്ക്, അവർ വളർത്തുന്ന കന്നുകാലികൾക്കുള്ള ഭക്ഷണമാണ് ഉണ്ടാവുക എന്നുള്ളത്. അപ്പോൾ ഇതിൽ പാടില്ലാത്ത രണ്ട് കാര്യങ്ങൾ പറഞ്ഞു, റൗസും അദ്മും, ചാണകം. അതുപോലെ ചാണകം എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, അറബിയിലെ റൗസാണ്, എല്ലാ കന്നുകാലികളുടെ വിസർജ്യങ്ങളും പെട്ടു. വഅദ്മ്, അതുപോലെ എല്ല് കൊണ്ട് വൃത്തിയാക്കാൻ പാടില്ല. വതുആമിൻ, മത്തിനിൽ അടുത്തായിട്ട് പറയുന്നത് ഇപ്പോൾ രണ്ട് കാര്യങ്ങളൊന്ന് റൗസ്, അദ്മ്, മൂന്നാമത്തത് തആം, ഭക്ഷണം കൊണ്ട് പാടില്ല. എന്തുകൊണ്ടാണ് ഭക്ഷണം കൊണ്ട് പാടില്ല എന്ന് പറഞ്ഞത്? നമ്മളിപ്പോൾ പറഞ്ഞ ഹദീസിൽ എന്താണ് പറഞ്ഞത്? എല്ല് കൊണ്ട് വൃത്തിയാക്കാൻ പാടില്ല, കാരണം അത് ജിന്നുകളുടെ ഭക്ഷണമാണെന്ന് പറഞ്ഞു. അപ്പോൾ മനുഷ്യൻ്റെ ഭക്ഷണം കൊണ്ട് പാടുണ്ടോ? ഒരിക്കലുമില്ല. അത് അതിനേക്കാളും വലുതാണ്. മനുഷ്യൻ്റെ ഭക്ഷണത്തിന് ജിന്നുകളുടെ ഭക്ഷണത്തെക്കാളും ആദരവുണ്ട്, എല്ലിനേക്കാളും ആദരവുള്ളതാണ് മനുഷ്യൻ്റെ ഭക്ഷണം. വദീ ഹുർമത്തിൻ, നാലാമത്തേത് ഹുർമത്തുള്ള, ആദരവ് നൽകേണ്ട എല്ലാ വസ്തുക്കളും. ഇപ്പോൾ ഒരു കിതാബിലെ പേജ് പറിച്ചിട്ട് വൃത്തിയാക്കാൻ പറ്റുമോ? പറ്റില്ല. നല്ല കാര്യങ്ങൾ എഴുതിയിട്ടുള്ള ഒരു കിതാബ് പാടില്ല. അള്ളാഹു തആല പറഞ്ഞു, വമൻ യുഅദ്ദിം ശആഇറല്ലാഹി ഫഇന്നഹ മിൻ തഖ്വൽ ഖുലൂബ്, ആരാണ് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ചിഹ്നങ്ങൾ ആദരിക്കുന്നത്, അത് തഖ്വയുടെ ഭാഗമാണ്. അഞ്ചാമത്തേത് വമുത്തസിലിൻ ബിഹയവാൻ, ഒരു മൃഗത്തിൻ്റെ ശരീരത്തിൽ ഉള്ള വസ്തു, ശരീരത്തോട് ചേർന്ന വസ്തു. ഇപ്പോൾ ഒരു പൂച്ചൻ്റെ വാല് പിടിച്ചിട്ട് വൃത്തിയാക്കുക, അങ്ങനെ ചെയ്യാൻ പാടില്ല, കാരണം ആ മൃഗത്തിനും ഒരു ആദരവുണ്ട്. അപ്പോൾ ഈ 5 വസ്തുക്കളാണ് പാടില്ലാത്തത്: റൗസ് ചാണകം, അദ്മ് എല്ല്, തആമ് മനുഷ്യൻ്റെ ഭക്ഷണം, പിന്നെ ദൂ ഹുർമ ആദരവ് നൽകേണ്ട വസ്തുക്കൾ, അതുപോലെ മുത്തസിലുൻ ബിഹയവാൻ ഒരു മൃഗത്തിൻ്റെ ഭാഗം, ജീവനുള്ള മൃഗത്തിൻ്റെ ഭാഗം, ഇതൊന്നും പാടില്ല. അപ്പോൾ ഇതാണ് പാടില്ലാത്ത 5 കാര്യങ്ങൾ. ഈ 5ഉം ശരിയാണ്, മത്തിനിൽ പറഞ്ഞ അതുപോലെ തന്നെ എല്ലാത്തിനും തെളിവുണ്ട്. അടുത്തതായി അദ്ദേഹം പറയുന്നു വശൂരി തൊലഹു, ഈ കല്ലുകൊണ്ട് വൃത്തിയാക്കാം എന്ന് പറഞ്ഞു. അതിനെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ കല്ലെങ്ങനെയുള്ളതാവണം, അതുപോലെ തന്നെ ഏതൊക്കെ വസ്തുക്കൾ പറ്റും എന്നൊക്കെയാണ് അപ്പോൾ പറയുന്നത്. ഈ പരിപാടി അഥവാ വെള്ളമല്ലാത്ത വസ്തുക്കൾ കൊണ്ട് വൃത്തിയാക്കൽ, അതിന് നിബന്ധനയാണ്, ഷർത്താണ് അദമു തഅദ്ദി ഖാരിജിൻ മൗദി അൽ ആദ. ഖാരിജ് എന്ന് പറഞ്ഞാൽ പുറത്തു വരുന്ന വസ്തു, മലവും മൂത്രവും, അത് അദമു തഅദ്ദി പരിധി വിടരുത്, മൗദി അൽ ആദ സാധാരണ ഇത് ഏതൊക്കെ സ്ഥലത്ത് ഇത് ബാധിക്കും, മൂത്രം ഒഴിക്കുമ്പോൾ മൂത്രം എവിടെയൊക്കെ ഉണ്ടാവും ബാക്കി, അത് വിട്ടു പോകരുത്. അഥവാ മൂത്രം ഒഴിച്ചപ്പോൾ തുടയിലൊക്കെ മൂത്രമായെന്ന് വിചാരിക്കുക, അത് കല്ലുകൊണ്ട് വൃത്തിയാക്കാൻ പാടില്ല. ഇത് മത്തിനിൽ പറയുന്നതാണ്. ശരിയാണോ എന്നതിന് മുമ്പ് അവരെന്തുകൊണ്ട് ഇത് പറഞ്ഞു? അവരിങ്ങനെ പറയാൻ കാരണം,
കല്ലുകൊണ്ട് വൃത്തിയാക്കുക എന്നുള്ളത് ദറൂറത്താണ്. അതായത് ദറൂറത്തിന് വേണ്ടി അനുവദിച്ചതാണ്. വെള്ളമാണ് ശരിക്കും ഉപയോഗിക്കേണ്ടത്. കല്ല് അനുവദിച്ചത് ഒരു അത്യാവശ്യത്തിന് വേണ്ടിയാണ്. അപ്പോൾ അത്യാവശ്യത്തിന് വേണ്ടി അനുവദിച്ച കാര്യങ്ങൾ അതിനൊരു ലിമിറ്റ് വേണം. എന്താ പറയുക, ഒരു കായിക ഉണ്ട്, ദറൂറത്തു തുഖദ്ദറു ബിഖദരിഹ. ഇപ്പോൾ പന്നിമാംസം തിന്ന പട്ടിണിയായാലും മരിക്കാൻ പോകുമെന്ന് പേടിച്ചാൽ, പക്ഷേ ആവശ്യത്തിന് മാത്രം, വിശപ്പ് മാറി വയറ് നിറയുന്നവരെ തിന്നാൻ പറ്റില്ല. അല്ലെങ്കിൽ ആ പന്നിമാംസം കുറച്ചെടുത്ത് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അവിടെ ജീവൻ നിലനിർത്താനുള്ള അളവിൽ മാത്രം. അതുപോലെ അനുവദിച്ചതാണ് കല്ല്. അപ്പോൾ കല്ല് ഈ ഭാഗം മാത്രം എന്നാണ് ഇവരുടെ ന്യായം, മദ്ഹബിൽ അവർ പറയുന്നത്. പക്ഷെ അത് ശരിയാണോ? ശരിയല്ല. കാരണം ദറൂറത്തല്ല, കല്ലുപയോഗിക്കുക എന്നുള്ളത് ദറൂറത്തല്ല. അങ്ങനെ ദറൂറത്താണ് എന്ന് പറയാൻ യാതൊരു തെളിവുമില്ല. അഥവാ ദറൂറത്തിൽ മാത്രമേ കല്ലുപയോഗിക്കാൻ പാടുള്ളൂ എന്ന് പറയാൻ. വെള്ളവും കല്ലും ഉണ്ട് നമ്മുടെ മുന്നിൽ എന്ന് വിചാരിക്കാം, നമുക്ക് ഇഷ്ടമുള്ളത് ഉപയോഗിക്കാം, കല്ല് വേണമെങ്കിൽ ഉപയോഗിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കല്ലുപയോഗിച്ച സ്ഥലങ്ങളിൽ എവിടെയും വെള്ളമില്ലാത്തത് കൊണ്ട് എന്ന് പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ വെള്ളമില്ലാത്തത് സമയത്ത് മാത്രമേ കല്ലുപയോഗിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇത് ശരിയല്ല. ഇനി അടുത്തത് സലാസു മസഹാത്തിൻ മുൻഖിയത്തിൻ ഫഅക്സർ. ഇനി വൃത്തിയാക്കൽ എങ്ങനെയാണ് കല്ലുകൊണ്ട്? സലാസു മസഹാത്ത്, 3 തുടക്കൽ. മസ്ഹ എന്ന് പറഞ്ഞാൽ തുടക്ക, ഒരു തുടക്കൽ. മസ്ഹ ഒരു പ്രാവശ്യം തുടക്കൽ. മസ്ഹത്താനി 2 പ്രാവശ്യം. സലാസു മസഹാത്ത് 3 പ്രാവശ്യം. 3 പ്രാവശ്യം തുടക്കുക. മുൻഖിയ വൃത്തിയാക്കുന്ന തുടക്കലായിരിക്കണം. 3 പ്രാവശ്യം തുടച്ചിട്ടും വൃത്തിയായിട്ടില്ലെങ്കിലോ പോരാ. അപ്പോൾ വൃത്തിയാകുന്ന വിധത്തിലുള്ള 3 തുടക്കൽ. ഫഅക്സർ അല്ലെങ്കിൽ അതിൽ കൂടുതൽ. ഇപ്പോൾ മിനിമം 3 പ്രാവശ്യം തുടക്കണം. എന്താ തെളിവ്? നേരത്തെ നമ്മൾ പറഞ്ഞ സൽമാൻ ഫാരിസിയുടെ ഹദീസ്, അതിൽ ലാ യസ്തൻജി അഹദുക്കും ബിദൂനി സലാസത്തി അഹ്ജാർ, 3 കല്ലിൽ കുറഞ്ഞതുകൊണ്ട് വൃത്തിയാക്കരുത് എന്ന് ആ ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 3 കല്ല് തന്നെ വേണോ, അതോ ഒരു കല്ല് കൊണ്ട് തന്നെ 3 പ്രാവശ്യം തുടച്ചാൽ മതിയോ? 3 പ്രാവശ്യം തുടച്ചാൽ മതി. ഒരു ഹദീസിൽ കാണാം, ഇമാം ദാറഖുത്നി ഉദ്ധരിച്ചിട്ടുള്ള ഹദീസിൽ, ഇദാ ദഹബ അഹദുക്കും ഇലൽ ഗായിത്തി ഫൽയദ്ഹബ്, നിങ്ങൾ മലവിസർജനത്തിന് പോവുകയാണെങ്കിൽ ഫൽയദ്ഹബ് മഅഹു ബിസലാസത്തി അഹ്ജാർ, 3 കല്ലെടുത്തു കൊള്ളട്ടെ. ഫൽയസ്തതിബ് ബിഹ, അവൻ അതുകൊണ്ട് വൃത്തിയാക്കട്ടെ. ഫഇന്നഹ തുജ്സിഉ അൻഹു, അത് മതി വൃത്തിയാവാൻ. അപ്പോൾ ഇതിൽ 3 കല്ല് വേണമെന്നാണ് പറയുന്നത്. പക്ഷേ 3 കല്ല് തന്നെ വേണമെന്നുണ്ടോ, അതോ ഒരു കല്ലുകൊണ്ട് തന്നെ 3 പ്രാവശ്യം തുടച്ചാൽ മതിയോ? ഒരു കല്ലുകൊണ്ട് തന്നെ 3 പ്രാവശ്യം തുടച്ചാൽ മതി. കാരണം എന്താണ്? ഉദ്ദേശം വൃത്തിയാവുക എന്നുള്ളതാണ്. അപ്പോൾ 3 പ്രാവശ്യം തുടച്ചാൽ 3 കല്ല് കൊണ്ട് ഓരോ പ്രാവശ്യം തുടച്ചു. കുറച്ച് വലിയൊരു കല്ല്, 3 ഭാഗമുള്ളൊരു കല്ലെടുത്തിട്ട് 3 പ്രാവശ്യം തുടച്ചു. തമ്മിൽ വല്ല വ്യത്യാസമുണ്ടോ? ഒരു വ്യത്യാസമല്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്താൽ മതി. ഇനി വൃത്തിയാവുക എന്ന് പറഞ്ഞാൽ എന്താണ്? വൃത്തിയായാൽ, ഇപ്പോൾ സാധാരണ വെള്ളം കൊണ്ട് വൃത്തിയാക്കിയാൽ നമുക്കറിയാം വൃത്തിയാവുക എന്ന് പറഞ്ഞാൽ. പക്ഷെ കല്ലുകൊണ്ട് വൃത്തിയാക്കുമ്പോൾ അതിൻ്റെ പരിധി എന്താണ്? എപ്പോഴാണ് നിർത്തേണ്ടത്? അപ്പോൾ ഫുഖഹാക്കൾ പറയുന്നത് കല്ലുകൊണ്ട് എത്ര വൃത്തിയാക്കിയാലും കുറച്ച് ബാക്കിയുണ്ടാവും. വെള്ളം ഉപയോഗിച്ചാലേ ഇനി അത് ബാക്കിയുള്ളത് വൃത്തിയാവുള്ളൂ. അത്രയും ആയാൽ വൃത്തിയായി. കല്ലോ അല്ലെങ്കിൽ നമ്മൾ പേപ്പറൊക്കെ ഉപയോഗിച്ച് അവസാനം നമുക്ക് തോന്നുകയാണ് ഇനി ബാക്കിയുള്ളത് വൃത്തിയാണെങ്കിൽ വെള്ളം വേണം, അല്ലാതെ ഇനി കൂടുതൽ വൃത്തിയാവാനില്ല എന്ന് തോന്നുന്നതാണ് അതിൻ്റെ പരിധി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഇസ്തിജ്മാർ, വൃത്തിയാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട മസാലകൾ. ഇൻഷാ അല്ലാഹ് നമുക്ക് ബാക്കി അടുത്ത ദിവസം. ഇനി അടുത്ത പുതിയൊരു അധ്യായമാണ് സുനനുൽ ഫിത്ര. ഇന്നും കഴിഞ്ഞ 3 ദിവസം നജസുകളും കല്ലും വെള്ളവും വൃത്തിയാക്കലും. ഇനി ഇൻഷാ അല്ലാഹ് അതിന് പകരം അടുത്ത ക്ലാസ്സിൽ മിസ്വാക്കും സുറുമയും അങ്ങനെ ഭംഗിയുള്ള കാര്യങ്ങളൊക്കെ വരാനുണ്ട്, അത്തറും ഒക്കെ വരാനുണ്ട് ഇൻഷാ അല്ലാഹ്. സുബ്ഹാനക്കല്ലാഹു വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത. ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അല്ല, കല്ലാണോ വെള്ളമാണോ കൂടുതൽ നല്ലത്? അത് പറഞ്ഞില്ലേ? അതൊന്നും പറഞ്ഞില്ലല്ലേ. കല്ലാണോ വെള്ളമാണോ നല്ലത്? 3 ദർജയാണ്. കല്ലുകൊണ്ടും അത് കഴിഞ്ഞ് വെള്ളം കൊണ്ട് വൃത്തിയാക്കുക. ആദ്യം കല്ലെന്നല്ല, നമ്മൾ പറഞ്ഞ പോലെ ഏതെങ്കിലും വസ്തുക്കൾ കൊണ്ട്, വെള്ളമല്ലാത്ത വസ്തുക്കൾ കൊണ്ട് വൃത്തിയാക്കുക. ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ടിഷ്യൂ പേപ്പർ കൊണ്ട് വൃത്തിയാക്കുക. എന്നിട്ട് വെള്ളം കൊണ്ട് വൃത്തിയാക്കുന്നതാണ് ഏറ്റവും പൂർണ്ണത. അത് മുൻഗാമികളും ഫുഖഹാക്കളൊക്കെ പലരും പറഞ്ഞിട്ടുള്ളതാണ്. കാരണം അതാണ് കൂടുതൽ വൃത്തിയാവുക. അത് കഴിഞ്ഞിട്ട് വെള്ളം. അല്ല, അങ്ങനെയല്ല, അതിന് യാതൊരു തെളിവില്ല. അങ്ങനെ മദ്ഹബുകൾ തന്നെ ഉണ്ടോ എന്നുള്ളത് നോക്കണം. കാരണം
ഒരു ഹദീസിലും അങ്ങനെ പറഞ്ഞിട്ടില്ല. എത്രത്തോളം ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞ അസർ നമ്മൾ പറഞ്ഞില്ലേ, മുറു അസ്വാജകുന്ന യസ്തദിബ്ന ബിൽമാ, വെള്ളം ഉപയോഗിക്കാൻ നിങ്ങളുടെ ഭർത്താക്കന്മാരോട് പറയണം. ഫഇന്നി അസ്തഹീഹിം, എനിക്ക് അവരോട് പറയാൻ മടിയാണ് എന്നുകൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സഹാബത്ത് വെള്ളം ഉപയോഗിക്കാറേ ഉണ്ടായിരുന്നില്ല. കുറേ ആളുകൾ വെള്ളം പെണ്ണുങ്ങൾക്കുള്ളതാണ് എന്നായിരുന്നു അവരുടെ വിശ്വാസം. അപ്പോൾ അവരൊക്കെ അത്രയും കാലം നിസ്കരിച്ചത് ആയിഷ റളിയല്ലാഹു അൻഹ അവരോട് പറയണം, വെള്ളം ഉപയോഗിക്കാൻ അവരോട് പറയണം എന്നുള്ളത്. ഇല്ല ഒരേപോലെ ഈ കണ്ടീഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഒന്നാമത്തെ ദർജ കല്ല് കഴിഞ്ഞിട്ട് വെള്ളം കൊണ്ട് വൃത്തിയാക്കുക, രണ്ടാമത്തേത് കല്ല്, രണ്ടാമത്തേത് വെള്ളം, മൂന്നാമത്തേത് കല്ല്. വെള്ളം ഉപയോഗിക്കലാണ് അഫ്ളൽ.